മക്കളെ, അപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, മിസ്സേ CBSEക്ക് സ്പെഷ്യലായിട്ട് എക്സാമിനർ ഏതെങ്കിലും ബാച്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ CBSEക്ക് എന്നാ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റേറ്റിന് മാത്രം ക്ലാസ് കൊടുക്കുന്നുള്ള ഞങ്ങളെ ആരും മൈൻഡ് ആക്കുന്നില്ലേ എന്നുള്ള രീതിക്കൊക്കെ പല പല കമൻറ്റ്സ് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്ന് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങളുടെ സിലബസ് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിനായാലും, അതായത് സ്റ്റേറ്റിനായി കഴിഞ്ഞാലും CBSEക്ക് ആയിക്കഴിഞ്ഞാലും പഠിക്കാനുള്ള കാര്യം അല്ലെങ്കിൽ പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. കാരണം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് രണ്ട് കൂട്ടർക്കും പഠിക്കാനുള്ളത്. അപ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, നല്ലോണം അരച്ച് കലക്കി തന്നെ പഠിക്കണം. കാരണം NCERT വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERTയിലെ എല്ലാ ഭാഗവും അല്ലെ, എല്ലാ മുക്കും മൂലയും നന്നായിട്ട് അരച്ച് കലക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എൻ്റെ കുട്ടികൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മുടെ എക്സാമിനർ ബാച്ചസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് NCERT കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ്, അതായത് CBSEക്കാർക്കും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാർക്ക് പോലും മിസ്സാവാത്ത തരത്തിൽ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ മിസ് ഇപ്പോൾ നമ്മുടെ ബയോളജിയുടെ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് മിസ് എന്ത് ചെയ്തു തരും, നിങ്ങൾക്കിപ്പോൾ ഒരു ടോപ്പിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മോർഫോളജിയാണ് എടുക്കണമെന്ന് വിചാരിക്കുക. മോർഫോളജിയുടെ ഇപ്പോൾ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ അനാട്ടമി ചാപ്റ്ററാണ് എടുക്കുന്നത്. അപ്പോൾ ഏത് ടോപ്പിക്കാണ് കഴിയുന്നത്, ആ ടോപ്പിക്ക് കഴിയുമ്പോൾ തന്നെ മിസ് എന്ത് ചെയ്തു തരുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ NCERTയുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ വെച്ചിട്ട് ആ പഠിച്ച കാര്യങ്ങൾ അതിൽ എവിടേക്കാണ് വരുന്നത്, അത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടായിരിക്കും നമ്മുടെ ബാച്ചിൽ ക്ലാസ് എടുക്കുക. പക്ഷേ അത് നമ്മുടെ യൂട്യൂബിൽ നടക്കില്ല. കാരണം യൂട്യൂബിൽ നമുക്ക് ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ട്, യൂട്യൂബിൽ നടക്കില്ല ആ കാര്യങ്ങളൊന്നും. പക്ഷേ നമ്മുടെ ബാച്ചിൽ വരുമ്പോൾ മിസ് അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്കും നമ്മൾ NCERTയും കൂടെ ഒപ്പം വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ അതുകൂടാതെ തന്നെ ഇനിയിപ്പോൾ എവിടെയാണ് വ്യത്യാസം വരാം, സിലബസ് രണ്ടു കൂട്ടർക്കും പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പിന്നെ വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം പാറ്റേണിലാണ്. ഇപ്പോൾ CBSEക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല നമ്മുടെ സ്റ്റേറ്റ് സിലബസിന് ചോദിക്കുന്നുണ്ടായിരിക്കും. രണ്ട് കൂട്ടർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് സിലബസിന് പഠിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് CBSEക്കാർ പോയിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കേണ്ടത്. അതേപോലെ അതിൽ ഉത്തരം എഴുതേണ്ടതും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു എക്സാം പാറ്റേണിലാണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ആ മക്കളെ സ്റ്റേറ്റ് സിലബസിന് മാത്രം പഠിച്ചു പോയാൽ മതി എന്നാണ് പറയേണ്ടത്? അല്ല, ഒരിക്കലല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കടമ്പയാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ അത് മറികടക്കാനായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തു തരുന്നത് എന്നുള്ള മിസ് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് റെക്കോർഡായിട്ടുള്ള ലേണിംഗ് വീഡിയോസ് ഉണ്ട്, PDF ക്ലാസ് നോട്ടുകളുണ്ട്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ്, ചാപ്റ്റർ വൈസുള്ള വർക്ക്ഷീറ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ PDF സൊല്യൂഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദ്യം ഉത്തരം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മോഡൽ എക്സാംസ് നമ്മൾ നടത്തുന്നതായിരിക്കും. ഇത് കൂടാതെ CBSE കോർണർ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നോക്കി. ഓക്കെ, അപ്പോൾ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി എന്താ വേണ്ടത്, ഇത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലാതെ ബാക്കി നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അറിയണം അല്ലേ. അതായിരിക്കും നമ്മളിവിടെ CBSE കോർണർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടതല്ലേ. അപ്പോൾ ബാക്കി ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ തന്നെയുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഇതിന് നമുക്ക് ഫീസ് വരുന്നത് 4999 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ പക്ഷേ ഞാൻ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ. എനിക്ക് ഈ ഒരു ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് എന്ത് വേണം, നമുക്ക് നീറ്റിനും കൂടെ വേണ്ടി പഠിക്കണം. ഓക്കെ, നമുക്കറിയാം +1ന് CBSEക്ക് ബോർഡ് എക്സാം എന്നുള്ള രീതിക്കില്ല, +2നാണ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നീറ്റിന് വേണ്ടി പഠിക്കുമ്പോൾ രണ്ടും അല്ലെ, +1ഉം +2ഉം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ +1ൻ്റെ നീറ്റിൻ്റെ ബാച്ചാണ് നമ്മുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ബോർഡ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഡെയിലി ബോർഡ് എക്സാം ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, PDF നോട്ട് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. ഇനി നീറ്റിൻ്റെ ചാനൽ ബാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബോർഡ് എക്സാമിൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും. നീറ്റിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതേപോലെ നീറ്റിൻ്റെ റെക്കോർഡ് ക്ലാസ്. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്താണ്, നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം എന്താണ്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ നീറ്റിൻ്റെ വർക്ക്ഷീറ്റ്സ് ഉണ്ട്, അതേപോലെ നീറ്റിൻ്റെ പ്രാക്ടീസ് എക്സാംസും കുറേ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളവിടെ
പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡ് എക്സാമിനും പഠിക്കാം, അതേപോലെ നീറ്റിനും പഠിക്കാം. രണ്ടും കൂടി ഒരുമിച്ചുള്ളതാണ് പൃഥ്വി ബാച്ച്. അപ്പോൾ ഈ ഒരു ജോയിൻ ചെയ്യേണ്ട ഫീസ് വരുന്നത് 7,999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതല്ല മിസ് ഞാൻ ജെയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജെയുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ യോധ ബാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ബോർഡ് എക്സാമിൽ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, PDF ആയിട്ട് ക്ലാസ് നോട്ടുകൾ, ചാപ്റ്റർ വൈസ് ആയിട്ട് വർക്ക്ഷീറ്റ്, ചാപ്റ്റർ വൈസ് ആയിട്ട് എക്സാംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ എന്ത് മാറ്റാണ് ഇവിടെ ഉള്ളത്? യെസ്, അവിടെ നീറ്റിൻ്റെ ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ജെയിൻ്റെ ക്ലാസ്സുകളാണ്. ജെയിൻ്റെ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ജെയ് വർക്ക്ഷീറ്റ്, അതേപോലെ ജെയ് പ്രാക്ടീസ് എക്സാംസ് ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അത് കൂടാതെ തന്നെ നമുക്കിതിൻ്റെ ഫീസ് വരുന്നത് 7,999 ആണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിനർ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യുക. കാരണം ലാസ്റ്റ് അവസാനത്തെ എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും കുറേ പേര് +1 +2 ഒക്കെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, വേഗം തന്നെ കുട്ടികളെ ജോയിൻ ചെയ്യുക. ആദ്യം മുതലേ തന്നെ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? റെഡി മിസ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് ഈ ഒരു വർഷം നമ്മൾ ഫുൾ സെറ്റായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, CBSEക്കും സ്റ്റേറ്റ് സിലബസിനും ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ എക്സാമിനർ ബാച്ചസ്. CBSEക്കാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഐക്കൺസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, അത്രയോളം. ഓക്കെ, സ്പെഷ്യൽ ആയിട്ടുള്ള എക്സാം പാറ്റേൺസും ഒക്കെ നമ്മളിവിടെ കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക, ഫുൾ സെറ്റായിട്ട് പഠിക്കുക, അത്രയോളം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.